അപ്പോ നിറഞ്ഞ സദസ്സോടെ നമ്മുടെ കളങ്കാവല് തകർത്താടാണ് മമ്മൂക്കാട് കളങ്കാവല്. പിന്നെ ഡിസംബറിലത്തെ ഈ ക്രിസ്മസ് വെക്കേഷനാണ് വരാൻ പോകുന്നത്. അപ്പൊ ഏകദേശം 85 കോടി കളക്ഷൻ കളങ്കാവല് നേടിയെന്നാണ് പറയുന്നത്. മമ്മൂക്കയുടെ ഫസ്റ്റ് 100 കോടി തേക്കുന്ന സിനിമ ആയിട്ട് മാറും ഏത് കളങ്കാവൽ. അഭിനയത്തിന്റെ മഹാപ്രതിഭയുടെ ആദ്യത്തെ 100 കോടി കളക്ഷനാണ് എന്ത് ഇപ്പൊ ഈ കളങ്കാവലിലൂടെ നേടാൻ പോകുന്നത്. കളങ്കാവൽ ഇങ്ങനെ ഇത്രയും വലിയൊരു ഹിറ്റാകും അല്ലെങ്കിൽ ഇത്രയും വലിയൊരു വിജയമാകുമെന്ന് ഒരിക്കലും, ഇത്രയും കളക്ഷൻ നേടുമെന്ന് ഒരിക്കലും ഒരാളും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് അഭിനയത്തിന്റെ കാര്യത്തിൽ നമുക്ക് പുലിയാണ് എന്ന് പറയേണ്ട ആവശ്യമില്ല. പക്ഷേ ഇങ്ങനത്തെ ഒരു നെഗറ്റീവ് റോള് ധൈര്യത്തോടെ, എത്ര ധൈര്യത്തോടൊക്കെ ചെയ്തിട്ട് അത് 100 കോടി നേടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ചരിത്രമായി മാറും. കാരണം മമ്മൂക്കയുടെ വില്ലൻ ക്യാരക്ടറുകൾ നമ്മൾ കണ്ടിട്ട് പല പല വില്ലൻ ക്യാരക്ടറുകളും കണ്ടിട്ടുണ്ട്. വിധേയൻ, അതുപോലെ തന്നെ പാലേരി മാണിക്യം, അതേപോലെ തന്നെ ഭ്രമയുഗം, ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പൊ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള നെഗറ്റീവ് റോള് നമുക്ക് അത്രയും റിസ്ക് എടുത്ത് ചെയ്തിട്ട് അതിന്റെ വിജയം 100 കോടി എന്നൊക്കെ പറയുമ്പോൾ അതൊരു വല്ലാത്തൊരു സംഭവം തന്നെയാണ്, വല്ലാത്തൊരു ഐറ്റം തന്നെയാണെന്നൊക്കെ പറയേണ്ടി വരും. മലയാള സിനിമ ചരിത്രം തിരുത്തി എഴുതി എന്നൊക്കെ പറയേണ്ടി വരും. കാരണം ഒരു നെഗറ്റീവ് റോള് കൊണ്ട് ഒരു 100 കോടിയൊക്കെ ഒരു സിനിമ അഭിനയിച്ചിട്ടൊരു സിനിമ ഹിറ്റായിട്ട് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പരം വേറെ വലിയ ബഹുമതിയുടെ ആവശ്യമില്ല. കാരണം അതൊരു വലിയൊരു മഹാ സംഭവമായി മാറി എന്ന് തന്നെ പറയണം. മലയാളികൾ മാത്രമല്ല, മമ്മൂക്കാനെ ഇഷ്ടപ്പെടുന്ന ഈ ലോകത്തുള്ള ലോക ജനത അദ്ദേഹത്തിന്റെ അഭിനയം കണ്ടിട്ട് യെസ് മൂളി എന്നാ പറയുന്നത്. അപ്പൊ കളങ്കാവല് ഇത് സൈനേഡ് മോഹന്റെ ഈ കഥാപാത്രത്തെ എന്താ പറയാ, ഇങ്ങനെ ഒരു വെറൈറ്റി രൂപത്തില് അഭിനയിച്ച് പ്രതിഫലിപ്പിക്കണം. മമ്മൂക്കയുടെ കഴിവ് വളരെ അപാര കഴിവാണ് മമ്മൂക്കാക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി മമ്മൂക്കയുടെ ഐറ്റംസുകൾ വരാനുണ്ട്, നായകനായിട്ടും അതുപോലെ തന്നെ വില്ലനായിട്ടൊക്കെ വരാണ്ടെന്നാ പറയുന്നത്. മമ്മൂക്കയുടെ ഒരു ഐറ്റംസ് നായകനായിട്ടുള്ളത് വരാൻ വേണ്ടി വെയിറ്റിങ്ങിലാണ്. പല സിനിമകൾ കണ്ടു കഴിഞ്ഞാലും മമ്മൂക്ക തന്നെയാണോ ഇത് അഭിനയിച്ചത്, എങ്ങനെയാണ് ഈ മനുഷ്യൻ ഇതിങ്ങനെ അഭിനയിച്ച് പ്രതിഫലിപ്പിച്ചത് എന്ന് ആലോചിച്ചു പോകും. ആ നിലക്കാണ് മമ്മൂക്കയുടെ ഓരോരോ കഥാപാത്രങ്ങളും അതിനെ ആവാഹിച്ചിട്ട് ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. കളങ്കാവലിലെ തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ ഈ കളങ്കാവല് കണ്ടു കഴിഞ്ഞ് മമ്മൂക്കാനെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനാണ് മമ്മൂക്കാനോട് വെറുപ്പായി മാറുന്ന ഒരു ഐറ്റാണ് ഈ കളങ്കാവൽ എന്ന് പറഞ്ഞത്. റിലീസിന്റെ അന്ന് തന്നെ നമ്മൾ പോയിട്ട് ഈ കളങ്കാവൽ കണ്ടതാണ്. എങ്ങനെയുണ്ട് ഇതിന്റെ ഐറ്റംസ് നോക്കാൻ വേണ്ടിട്ട്. അപ്പൊ ഇന്നും അതിന്റെ കയ്യടി വാനോളം എന്നൊക്കെ പറയുന്ന പോലെ നീളം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ 100 കോടി അടിക്കാൻ പോകുന്ന മമ്മൂക്കയുടെ ഫസ്റ്റ് ചിത്രമായി മാറാൻ പോവാണ് കളങ്കാവൽ. പലരും പല രീതിയിൽ വിമർശനം കാര്യങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ട്. അതൊക്കെ വ്യക്തിപരമായിട്ടായിരിക്കും എന്ന് ഞാൻ തോന്നുന്നു. അല്ലെങ്കിൽ മമ്മൂക്കാനോടുള്ള ഒരു അസൂയ കൊണ്ടായിരിക്കും ഇതൊക്കെ അടിച്ചിറക്കുന്നത്. അല്ലാണ്ട് മമ്മൂക്കാനോടുള്ള മമ്മൂക്കാടെ അഭിനയത്തിൽ കുറവായിട്ടോ അല്ലെങ്കിൽ മമ്മൂക്കാടെ ഓരോരോ ഭാവങ്ങളോ രൂപങ്ങളോ മോശമായിട്ടോ അല്ല. അതൊക്കെ ഓരോരുത്തർക്ക് അസൂയ കൊണ്ട് പറയുന്നതാണ്. മമ്മൂക്ക ഇനിയും സിനിമകൾ ചെയ്യും. നെഗറ്റീവ് റോളായാലും അതുപോലെ തന്നെ പോസിറ്റീവ് റോളായാലും ഏത് റോളും മമ്മൂക്കയുടെ കയ്യിൽ ഭദ്രാണ്. അതുപോലെ തന്നെ ജിതിൻ കെ ജോസിന്റെ ഈ സിനിമ അദ്ദേഹത്തിനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ മമ്മൂക്ക തീരുമാനിച്ചത്, അല്ലെങ്കിൽ മമ്മൂക്ക ഈ സിനിമ ലെവലാക്കിയത് വളരെ സംഭവം തന്നെയാണ്. വളരെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സംഭവം. അപ്പോ ഈ സിനിമ വിജയിച്ച് മുന്നേറുകയാണ്. അപ്പൊ ഇനി അടുത്ത വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 100 കോടി അടിച്ചതിന് ശേഷം വീഡിയോ ചെയ്യണം.
സക്സസ്ഫുൾ റണ്ണിങ് ആണ് ഈ കളങ്കാവൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.